മക്കളെ, പരീക്ഷയ്ക്ക് ഇങ്ങനെ അടുത്ത് വന്നു അല്ലേ? ഇപ്പൊ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരാളുണ്ട്. ആരാ? പെർഫെക്റ്റ് ടൈം ടേബിൾ. എന്നാൽ ഞാനൊരു കാര്യം പറട്ടെ, എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമൺ ടൈം ടേബിൾ ഇല്ല. കേട്ടപ്പോൾ ഞെട്ടിയോ? അതെ, നമ്മുടെ ലേണിംഗ് സ്റ്റൈലും മെമ്മറി പവറും ഒക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ പഠിക്കുന്ന പോലല്ല നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ പഠിക്കുന്ന പോലല്ല നിങ്ങളുടെ ഫ്രണ്ട് പഠിക്കുന്നത്. നമ്മളുടെ മെമ്മറി പവറിനും ലേണിംഗ് സ്റ്റൈലും ഒക്കെ അനുസരിച്ച് ഒരു പെർഫെക്റ്റ് ടൈം ടേബിൾ ആണ് ഇൻ്റർവെൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട വേറെ രണ്ട് കാര്യങ്ങളാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മൈൻഡ് മാപ്പ് ചെയ്യുക. അതേപോലെ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ചുറ്റുപാടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങളെ എന്തിനു സഹായിക്കും? പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ നിങ്ങളെ സഹായിക്കും. ഇനി എന്താ മൈൻഡ് മാപ്പ് എന്ന് അറിയാത്തവർക്ക്, മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ചാപ്റ്ററിലെ കോർ കോൺസെപ്റ്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. ഈ മൈൻഡ് മാപ്പ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റും പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനും ഇതുവഴി നമുക്ക് ഓർത്തിരിക്കാനും പറ്റും. അപ്പം എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പേപ്പർ പ്രസൻറ്റേഷൻ. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ സ്റ്റേ ട്യൂൺ.